Let's get let's get let's get let's get scratching. മാതൃത്വം സാമൂഹികമായി പ്രായം നിശ്ചയിച്ചിട്ടുള്ള ജീവിതത്തിലെ ഒരു ഘട്ടമാണ്. എന്നാൽ ജീവശാസ്ത്രപരമായി ഒരു തുടക്കവും ഒടുക്കവുമുള്ള പരിണാമത്തിലെ ഏറ്റവും വലിയ ഒരു അതിജീവന മാർഗം. ഹലോ ഹായ്, ഞാൻ നിങ്ങളുടെ രോഹിത്. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു ഗവേഷണ പഠനത്തെപ്പറ്റിയാണ്. പടിഞ്ഞാറൻ ആസ്ട്രേലിയയിലെ സ്വാൻ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമാണ് പെർത്ത്. അക്കാലത്ത് ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള വികസിത രാജ്യങ്ങളിൽ സാമൂഹികമായി നേരിട്ടിരുന്ന ഒരു പ്രശ്നമായിരുന്നു കൗമാരക്കാരായ പെൺകുട്ടികളിലെ ഗർഭധാരണം. ഇത്തരം സംഭവങ്ങൾ രാജ്യത്തെ വികസിത ഗതിയിൽ നിന്ന് മാറ്റുമോ എന്ന ഭയം ഓസ്ട്രേലിയൻ അധികാരികളെ ആധിയിലാക്കി. തുടർന്ന് വെസ്റ്റേൺ ആസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റിയിലെയും അഡല്ലേ യൂണിവേഴ്സിറ്റിയിലെയും ഗവേഷകർ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ തീരുമാനിച്ചു. ഇതിനായി പെർത്ത് ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ ഓസ്ട്രേലിയയുടെ വിവിധ ഭാഗങ്ങളിലുള്ള സ്കൂളുകളിൽ പഠിക്കുന്ന പെൺകുട്ടികളെ വെച്ചൊരു ഗവേഷണം നടത്താൻ തീരുമാനിച്ചു. ഇതായിരുന്നു VIP അഥവാ വിർച്വൽ ഇൻഫൻറ്റ് പേരൻറ്റിംഗ് പ്രോഗ്രാം. അതിനായി അവർ 60ഓളം സ്കൂളുകൾ ലിസ്റ്റ് ചെയ്തെടുത്തു. അതിൽ പഠിക്കുന്ന പെൺകുട്ടികളെ 2 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു. ഒരു ഗ്രൂപ്പിൽ ഗവേഷണത്തിൽ ചേർക്കുന്നവരെയും മറ്റേതിൽ ചേർക്കാത്തവരെയും. ഏകദേശം 2800-ൽ പരം പെൺകുട്ടികളെ ഗവേഷണ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഈ തിരഞ്ഞെടുത്ത പെൺകുട്ടികൾക്ക് ഗവേഷകർ ഒരു കൃത്രിമ കുഞ്ഞിനെ നൽകി. അവയെ യഥാർത്ഥ കുട്ടിയെ പരിചരിക്കുന്നത് പോലെ പരിചരിക്കാൻ നിർദ്ദേശവും നൽകി. കൗമാരകാലത്ത് മാതൃത്വം സ്വീകരിക്കുന്നത് എത്രമാത്രം ബുദ്ധിമുട്ട് നിറഞ്ഞതാണ് എന്ന് പെൺകുട്ടികളെ ബോധവൽക്കരണം നടത്തുക എന്നതായിരുന്നു ഉദ്ദേശം. 1990-കളിൽ ആരംഭിച്ച ഈ പദ്ധതി 2016-ലായിരുന്നു സമാഗമമായത്. കൗമാരപ്രായത്തിൽ നിന്നും ഏതാണ്ട് 20 വയസ്സ് വരെയുള്ള ഈ ഗ്രൂപ്പിൽപ്പെട്ട പെൺകുട്ടികളെ ഗവേഷകർ ട്രാക്ക് ചെയ്തിരുന്നു. ആരൊക്കെ ഗർഭിണികളായി, പ്രസവിച്ചു, ദത്തെടുത്തു തുടങ്ങിയ വിവരങ്ങൾ വിശകലനം ചെയ്തു. എന്നാൽ ഗവേഷകർ പ്രതീക്ഷിച്ച റിസൾട്ടായിരുന്നില്ല കിട്ടിയത്. അവരുടെ ഉദ്ദേശം കൗമാരകാലത്ത് മാതൃത്വം സ്വീകരിക്കുന്നത് പ്രയാസം നിറഞ്ഞതാണെന്ന് തെളിയിക്കാൻ വേണ്ടിയായിരുന്നു. എന്നാൽ ഈ പരീക്ഷണകാലത്ത് പെൺകുട്ടികളിൽ കൃത്രിമ കുഞ്ഞിനോട് വൈകാരികമായ ആകർഷണം ഉണ്ടായതും അത് ഒരു ബുദ്ധിമുട്ടെന്നതിലുപരി സന്തോഷം നൽകുന്ന ഒന്നായി മാറിയതുമായിരുന്നു. ഇത് കാരണം ഗവേഷണത്തിൽ പങ്കെടുത്ത പെൺകുട്ടികളിൽ ഗർഭധാരണ നിരക്ക് 36% വർദ്ധിക്കാൻ കാരണമായി. ഇത് 2016-ലെ നിഗമന റിപ്പോർട്ടിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ ഗവേഷണം ലോകമെമ്പാടുമുള്ള മറ്റ് ശാസ്ത്രജ്ഞർക്ക് ഒരു പാഠമായി. ഈ പരീക്ഷണത്തിലെ ഏറ്റവും വലിയ ഒരു പോരായ്മ കുട്ടിയെ നോക്കുന്ന കാലയളവ് വളരെ കുറവായിരുന്നു എന്നതാണ്. അതായത് ഒരാഴ്ചയിൽ 2-3 ദിവസം. ഇത് ദീർഘകാലത്തേക്ക് ഒരു കുട്ടിയെ വളർത്തി വലുതാക്കി തൊഴിൽ നേടാൻ വിധത്തിൽ വളർത്തുന്ന ലെവലിലേക്കുള്ളത് ആയിരുന്നില്ല. കുട്ടിയുടെ ശൈശവത്തിലേക്ക് മാത്രം അമ്മമാരുടെ ശ്രദ്ധ പോകുന്ന വിധത്തിലുള്ളതായിരുന്നു. ഈ സംഭവത്തോടെ അല്ല എങ്കിലും ലോകമെമ്പാടും ഒരു പദ്ധതി നടക്കാക്കുന്നതിന് മുന്നേ ഒരു പൈലറ്റ് സ്റ്റഡി ഉണ്ടാകണമെന്ന് ശാസ്ത്ര ലോകത്തെ ഓർമ്മപ്പെടുത്തി. അത് തുടക്കം മുതൽ ഒടുക്കം വരെ എങ്ങനെ പ്രവർത്തിക്കും, അതിൻ്റെ ഗുണങ്ങളെന്ത്, ദോഷമെന്ത് എന്ന് മുൻകൂട്ടി അറിയണം എന്ന വലിയൊരു പാഠവും പഠിപ്പിച്ചു. നമ്മൾക്ക് എളുപ്പം മനസ്സിലാകുന്ന പോലെ പറഞ്ഞാൽ തുഗ്ലക്ക് പരിഷ്കാരങ്ങൾ പോലെ. ഏതൊരു പദ്ധതി നടപ്പാക്കുന്നതിന് മുൻപും അത് എത്രത്തോളം വിജയകരമായി തീരും എന്ന് ഒരു ദീർഘദൃഷ്ടി ഉണ്ടായില്ലെങ്കിൽ ആധുനിക തുഗ്ലക്കുകളുടെ എണ്ണം ഒരുപാട് കൂടുമെന്നുകൂടി ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോഴും തുഗ്ലക്കുമാർക്ക് കുറവൊന്നുമില്ലല്ലോ അല്ലേ? അപ്പോൾ ശരി, മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാൻ ശ്രമിക്കാം. നന്ദി.